തന്നെ ചിരിക്കണേ? കോമഡി, നല്ല രസമുള്ള കുറച്ച് കോമഡീസ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ നമ്മുടെ ഏഷ്യാനെറ്റിലെ ഷോർട്സിനകത്ത് ഏറ്റവും കോമഡി ആയിട്ടുള്ള റീൽസ് ആരുടെയെന്ന് അറിയാമോ? നമ്മുടെ അനുവിൻ്റെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഒടുക്കത്തെ ക്രിയേറ്റിവിറ്റി ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് അനുവിൻ്റെയില്ല. അത് തന്നെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം പ്ലാച്ചിയുടെയാണ് കേട്ടോ. പ്രാച്ചിയുടെ എവിക്ഷൻ, എൻ്റെ പൊന്നു എന്തൊരു വീഡിയോ ആയിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ വീഡിയോ. എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. കാര്യം ഇപ്പം പ്ലാച്ചി റീ എൻട്രി ചെയ്തല്ലോ. അപ്പം പ്ലാച്ചി ഇപ്പം ലാലേട്ടൻ വന്ന് പറയാണ്, അടുത്ത എവിക്റ്റ് ചെയ്ത് പോകുന്ന ആൾ പ്ലാച്ചി എന്ന് പറഞ്ഞിട്ട് പ്ലാച്ചീൻ്റെ അടുത്ത് ഷിയാസ് എറിയണം. അപ്പോൾ അനുവിൻ്റെ ഒരു കരച്ചിലുണ്ട്. ആ കരച്ചിലിനെ അതേ കോപ്പി ആയിട്ട് നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെ കരച്ചിലുണ്ടല്ലോ, സെയിം കരച്ചിൽ. അത് സത്യം പറഞ്ഞാൽ എഡിറ്റേഴ്സ് നല്ല രസമുണ്ട് കേട്ടോ. സെയിം കരച്ചിൽ ഞാനും നടന്നൊക്കെ പോണതൊക്കെ ഉണ്ട്. എന്നിട്ട് അത് പോയ ശേഷം ഈ പ്ലാച്ചി ഇങ്ങനെ എറിഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. പ്ലാച്ചി പറന്നു പോകുന്നു. പ്ലാച്ചി കമോൺ എന്ന് പറഞ്ഞ്, സത്യം പറഞ്ഞ പ്ലാച്ചിക്ക് എന്തൊരു റീച്ചാടാ. ഈ സീസണിൽ ഒരു കണ്ടസ്റ്റന്റിനെ കാട്ടിയും റീച്ച് പ്ലാച്ചിക്കുണ്ട് കേട്ടോ, സത്യമായിട്ടും. കാര്യം ഞാൻ ആ ഒരു ഡോളിനെ അത്രമാത്രം ഒരു കണ്ടന്റാക്കി തന്നെ എടുത്തതുകൊണ്ട്, മനസ്സിലായില്ല, അത് കണ്ടന്റാക്കി കൊണ്ടുവന്നതുകൊണ്ട് ബാക്കിയുള്ള ഇതുവരെ വന്ന ഡോളുകളെ കാട്ടിയും എനിക്കൊന്ന് ആദ്യത്തെ ഇത്രയും റീച്ച് വന്ന ആള് നമ്മുടെ രജിത് സാറിൻ്റെ ഡോളാണ് പാവ. ആ പാവയ്ക്ക് ഇമോഷണലാണ്. ഇത് കോമഡി ഉണ്ട് ഇതിനകത്ത്. പ്ലാച്ചിക്ക് ഹേറ്റേഴ്സും ഉണ്ട്, ആരാധകരും ഉണ്ട്. ആരാധകർ കൂടുതലുണ്ട്. പിന്നെ ഇതിനകത്ത് ക്രിഞ്ച് എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. അതായത് എന്ത് വാടേ ഇതെന്നൊക്കെ പറയുന്ന പല അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ഇതിനകത്ത് ഇത് എന്ത് വാടേ ക്രിഞ്ച് എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. പിന്നെ ആരാധകരുണ്ട്. പക്ഷേ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഡോൾ ആരുടെയാണ്? അത് രജിത് സാറിൻ്റെ അല്ലേടാ. ഭയങ്കര ഇമോഷണൽ, അത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ആൾക്കാരിങ്ങനെ ഒറ്റ അഭിപ്രായമായിരുന്നു. ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലായിരുന്നു. പക്ഷെ ഈ പ്ലാച്ചിയിൽ സത്യം പറഞ്ഞാൽ ആഘോഷിക്കുകയാണ് ബിഗ് ബോസ്. ആനബലാറ്റൊക്കെ എടുത്ത് അതും സൂപ്പറായിരുന്നു കേട്ടോ. ആനബലാറ്റൊക്കെ എടുത്തത് അത് പക്ഷെ ചിലവർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആരാധകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, മനസ്സിലായില്ലേ? ആരാധകർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ സാധാരണ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഇതൊക്കെ നമുക്കൊരു എൻജോയ്മെന്റ് ആണ്. നമ്മളെല്ലാം ആസ്വദിക്കും. അതിനിപ്പം നമ്മുടെ ആളെ അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും കണ്ടസ്റ്റൻസ് അല്ലേ. എല്ലാവരും ഗെയിം കളിക്കാനല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ വെച്ചിട്ട് എല്ലാവരും ഇടും. സോ അത്രേ ഉള്ളൂ. അതിൽ വികാരമായിട്ട് ഇമോഷണൽ ആവരുത്, മനസ്സിലായ? അപ്പോൾ എന്തായിരുന്നാലും പ്ലാച്ചിയുടെ റീൽസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അനുമോളുടെ ഈ റീൽ ഞാൻ ചിരിച്ച് മരിച്ചു.